ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇപ്പോൾ ഗൗരിമോളുടെ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിളൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോൾക്കെന്ന്. സർജറി വളരെ സക്സസ് ആയി തന്നെ നടന്നു എന്ന് ഡോക്ടർ പറയുന്നു. പേടിക്കാനൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. മോൾക്ക് ബോധം വന്നിട്ടില്ല, അതിന് കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ. ഏറ്റവും നിർണായകമായ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത് എന്നൊക്കെ ഡോക്ടർ പറയുന്നു. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെയധികം സമാധാനത്തോടെ നിൽക്കുന്നുണ്ട്. സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് അർച്ചന. ഗോകുലാണെങ്കിൽ കണ്ണൊക്കെ തുടച്ചവിടെ നിൽക്കുന്നു. അങ്ങനെ ശേഷം ഇപ്പോൾ സുഗതൻ മേനോനെയാണ് കാണിക്കുന്നത്. സന്ദീപിൻ്റെ ആളുകൾ ഇപ്പോൾ രാജീവിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് പോലീസ് വേഷത്തിൽ സുഗതൻ മേനോനെ അവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. സുഗതൻ മേനോൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതെന്താ ഇവിടെ എന്ന് സുഗതൻ മേനോൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ ഇപ്പോൾ ആ പോലീസുകാരൻ്റെ വേഷം കെട്ടി വന്ന ആൾ അവിടെ സുഗതൻ മേനോനെ നിർത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം സന്ദീപ് അവിടേക്ക് വരുന്നു. സന്ദീപിനെ കണ്ടപാടെ സുഗതൻ മേനോൻ ഒന്ന് ഞെട്ടി. വളരെയധികം ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് സുഗതൻ മേനോൻ. താൻ നോക്കണ്ട, താൻ ആ പെണ്ണിനെ കബളിപ്പിച്ച് ഞങ്ങളെ പൂട്ടി. പക്ഷേ ആ പൂട്ട് പൊളിച്ച് ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഇപ്പോൾ തന്നെ ഞങ്ങൾ പൂട്ടിയിരിക്കുകയാണ് എന്ന് സന്ദീപ് പറയുന്നുണ്ട്. താനൊന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കുക എന്നൊക്കെ ഇങ്ങനെ സന്ദീപ് പറയുമ്പോൾ സുഗതൻ മേനോൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയം തന്നെ ഒരു തടിക്കഷ്ണം എടുത്ത് മൂർത്തി സുഗതൻ മേനോൻ്റെ നെറ്റിയിൽ അടിച്ചിരിക്കുകയാണ്. അതോടെ തന്നെ സുഗതൻ മേനോൻ ഇപ്പോൾ ബോധം കെട്ട് താഴേക്ക് വീഴുന്നുണ്ട്. താഴെ നിന്നും പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അയാൾ. എന്നാൽ വീണ്ടും സുഗതൻ മേനോനെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട് മൂർത്തി. ആ CI രാജീവ് ഞങ്ങളെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു? ഒരു സുഗതൻ മേനോൻ വന്നിരിക്കുന്നു. മറഞ്ഞു നിന്ന് താൻ ഒരുപാട് കളി കളിച്ചു. ഇനി കളികൾ നേരിട്ടാകാം. തനിക്കുള്ള സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മൂർത്തി പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും സുഗതൻ മേനോനെ അടിക്കുകയാണ് മൂർത്തി. ശേഷം കാണിക്കുന്നത് ഗോകുലിനെയാണ്. ഗോകുലിൻ്റെ അടുത്തേക്ക് വന്ന് അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട് ഗൗരിമോൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നുള്ള ഒരു സൂചന പോലും നമുക്ക് കിട്ടിയില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ചികിത്സിക്കാമായിരുന്നു. ഇത്രയും വേദന എൻ്റെ മോൾക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നു. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് അതെ, ഞാനും ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സർജറി കഴിഞ്ഞല്ലോ, ഇനി പേടിക്കാനൊന്നുമില്ല. ഈ സമയം തന്നെ ഗൗരിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സച്ചിയുടെ അരികിലേക്ക് ആരതി വന്നിരിക്കുകയാണ്. സർജറി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ആരതി. എങ്ങനെയുണ്ട് ഗൗരിമോൾക്ക് എന്നും ചോദിക്കുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട് ഇതുവരെ ബോധം വന്നിട്ടില്ല എന്ന്. സച്ചി ഗൗരിമോളെ കയറി കണ്ടോ എന്ന് ആരതി ചോദിക്കുമ്പോൾ അതിന് സമ്മതിക്കണ്ടേ? എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് തന്നെ രാജീവ് സാറിനോട് യാചിച്ചിട്ടാണ്. എന്താ വക്കീലെ ഇതൊക്കെ? എൻ്റെ മോളെ കാണാൻ പോലും എനിക്ക് അവകാശമില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുകയാണ് ആരതിയോട്. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട് അതൊന്നും സംസാരിക്കേണ്ട സമയമല്ലല്ലോ ഇപ്പോൾ. നമുക്ക് ഗൗരിമോളുടെ ആരോഗ്യമല്ലേ പ്രധാനം. സച്ചി ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ അത് ആ കുഞ്ഞിനെ കൂടിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് സച്ചി തൽക്കാലം സൈലൻ്റായി ഇരിക്കുന്നതാണ് നല്ലത് എന്നും വക്കീൽ പറയുന്നു. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് വക്കീൽ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ ഞാൻ എത്രത്തോളം മനസ്സ് വേദനിച്ച് ഇവിടെ നിൽക്കുന്നതെന്നറിയാമോ? എന്തായാലും അവൾ എൻ്റെ മോളല്ലേ. അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനല്ലേ എല്ലാം ചെയ്തു കൊടുക്കേണ്ടത്. എന്നിട്ടും ഒരു അന്യനെ പോലെ അർച്ചനയ്ക്ക് ഇപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് ആരതി പറയുന്നു സച്ചി വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. ഞാൻ ഗൂഗിൾ സാറിനെയും അർച്ചനയും ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആരതി ഇപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഇപ്പോൾ കാണിക്കുന്നത് കാഞ്ചനയാണ്. കൂടെ ലീലയുമുണ്ട്. അവർ രണ്ടുപേരും വളരെയധികം ടെൻഷനോടെ തന്നെ സുഗതൻ മേനോനെ വിളിക്കുകയാണ്. എന്നാൽ കോള് എടുക്കുന്നില്ല സുഗതൻ മേനോൻ. അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, മേനോൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ കാഞ്ചന പറയുമ്പോൾ ലീല പറയുന്നുണ്ട് ഇനി അവന്തികയുടെ ആൾക്കാരെങ്ങാനും അദ്ദേഹത്തെ വല്ലതും ചെയ്തോ എന്തോ. കോടതിയിൽ എത്തുന്നത് വരെ ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കണമെന്ന് രാജീവ് സാർ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്ന് കാഞ്ചനയും പറയുന്നു. അയാളെ കയ്യിൽ കിട്ടിയാൽ ആ അവന്തിക വെച്ചേക്കില്ല. എത്ര ദിവസം തടങ്കലിട്ട് ക്രൂരത ചെയ്തതാണ് നമ്മളോട് തന്നെ. എന്നിട്ട് അയാളെ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് മൂർത്തിയും സന്ദീപിനെയും രാജീവ് സാറിനെ കൊണ്ട് അറസ്റ്റും ചെയ്യിപ്പിച്ചില്ലേ. ഇനി അവർക്ക് ആവശ്യം സുഗതൻ ചേട്ടനെ തന്നെയാണ്. കയ്യിൽ കിട്ടിയാൽ കൊല്ലുമെന്നും ലീല പറയുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ ലീല പറയുന്നുണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. രാജീവ് സാറിനെ വിളിച്ച് പെട്ടെന്ന് വിവരം അറിയിക്കുക. അങ്ങനെ ഇപ്പോൾ അവർ രാജീവിനെ വിളിച്ച് വിവരം അറിയിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയം രാജീവ് ഇപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് സാറേ, മേനോൻ സാറിനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന്. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നുണ്ട് കാണുന്നില്ലെന്നോ? ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചതാണല്ലോ, വൈകുന്നേരം കാണാമെന്നും പറഞ്ഞതാണ് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ കാഞ്ചന പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മേനോൻ സാറിനെ വിളിച്ചതാണ്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എനിക്കൊക്കെ പേടിയാകുന്നുണ്ട് എന്നൊക്കെ കാഞ്ചന പറയുന്നു. ഉടനെ ഇപ്പോൾ ലീല കാച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് സാറേ, ഞാൻ ലീലയാണ്. എനിക്ക് മേനോൻ സാറ് ഇപ്പോൾ അവന്തികയുടെ കയ്യിൽ ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തിനും മടിക്കാത്ത ആളാണ് അവന്തിക എന്ന് സാറിന് അറിയില്ലേ? കയ്യിൽ കിട്ടിയാൽ മേനോൻ സാറിനെ അവർക്കൊന്നു കളയുമെന്നും പറയുന്നുണ്ട് ലീല. ഇത് കേട്ട് രാജീവ് പറയുന്നു ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്. ഇനിയിപ്പോൾ അവന്തികയുടെ കസ്റ്റഡിയിലായിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കും, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് രാജീവ് അവരെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇനിയെങ്ങാനും അവർ പറഞ്ഞ പോലെ മേനോൻ അവന്തികയുടെ വലയിൽ ചെന്ന് പെട്ടോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാജീവ്. ശേഷം ഇപ്പോൾ സുഗതൻ മേനോനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവന്തിക അവിടെ എത്തിയിട്ടുണ്ട്. അവന്തികയും സന്ദീപും കൂടിയാണ് സംസാരിക്കുന്നത്.
എന്നോ മരിച്ചവൻ്റെ ഒരു കേസുമായി എന്തിനാടോ ഏട്ടത്തിയുടെ പിന്നാലെ വന്നത് എന്നിങ്ങനെ സന്ദീപ് ചോദിക്കുന്നുണ്ട്. ആരാ ആ CA രാജീവാണ് ഇതിന് പിന്നിൽ എന്നും ചോദിക്കുന്നുണ്ട് സന്ദീപ്. നിന്നെക്കൊണ്ട് ഇതിന് മറുപടി പറയിപ്പിക്കാനുള്ള ആൾ വരുന്നുണ്ട്, മേഡം നിന്നെക്കൊണ്ടെല്ലാം പറയിപ്പിക്കുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ മൂർത്തി. അങ്ങനെ ഇപ്പോൾ അവന്തിക വന്ന് സുഗതൻ മേനോട് സംസാരിക്കുകയാണ്. ഒടുവിൽ അമ്മാവൻ്റെ ആ പഴയ ഫയലിൽ നിന്നും ഞാൻ നിങ്ങളെ തപ്പിപ്പിടിച്ചു. നിങ്ങൾ ആരാണെന്ന്, നിങ്ങളുടെ ആദ്യത്തെ കച്ചവടം സിനിമാ തിയേറ്റർ, അതിൻ്റെ പാർട്ട്ണറായിരുന്നു താൻ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവന്തിക. അതേ എന്ന് സുഗതൻ മേനോൻ പറയുന്നുണ്ട്. അനിരുദ്ധൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. മരിക്കുന്നതിന് മുന്നേ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തെങ്കിലും കാരണവശാൽ എന്നെ കാണാതായാൽ അതിൻ്റെ ഉത്തരവാദി അവന്തിക ആയിരിക്കുമെന്ന് എന്ന് സുഗതൻ മേനോൻ പറയുമ്പോൾ ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്. അമ്മാവൻ ചത്തു തുലഞ്ഞത് അമ്മാവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അതിന് നിങ്ങളെന്തിന് ഈ കേസുമായി വന്നത്? ആരാ നിങ്ങളിവിടെ കൊണ്ടുവന്നത്? രാജീവാണോ എന്നൊക്കെ ഇങ്ങനെ അവന്തിക ചോദിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യമേ തന്നോട് പറയാനുള്ളൂ. ഞാൻ തനിക്ക് എന്തും തരാം, കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിക്കണം എന്നൊക്കെ അവന്തിക ആവശ്യപ്പെടുമ്പോൾ സുഗതൻ മേനോൻ പറയുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കതാണ് വേണ്ടതെന്ന്, പക്ഷേ അത് നടക്കില്ല. കോടതി നിങ്ങളെ ശിക്ഷിച്ച് കൈവിലങ്ങിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടേ ഞാൻ ഈ സ്ഥലം വിട്ടു പോകൂ എന്ന് സുഗതൻ മേനോൻ പറയുന്നുണ്ട്. അത്രയ്ക്കും വാശിയാണോ? സ്വന്തം ജീവനേക്കാൾ വിലയില്ലല്ലോ ഈ 10 വർഷം മുന്നേ കൊല്ലപ്പെട്ട ഈ കേസ് എന്നിങ്ങനെ അവന്തിക ചോദിക്കുന്നു. ഏട്ടത്തി ഇയാൾ ഇപ്പോൾ തന്നെ കൊന്നേക്കട്ടെ എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട്. ഏയ് വേണ്ട, വരട്ടെ. അമ്മാവൻ ചത്ത് 10 വർഷം കഴിഞ്ഞ് കേസ് കുത്തിപ്പൊക്കി ഇയാൾ വന്നു. ഇനി ഇയാൾ ചത്ത് 10 വർഷം കഴിയുമ്പോൾ ഇയാളുടെ കേസുമായി മറ്റാരെങ്കിലും വന്നാലോ എന്നിങ്ങനെ സന്ദീപിനോട് പറയുന്നുണ്ട് അവന്തിക. ചിലപ്പോൾ ഭാര്യയും മകളുമാകും. തനിക്ക് ഒരേ ഒരു മകളാണല്ലേ, കല്യാണവും കഴിഞ്ഞു. ഭാര്യ ഇപ്പോൾ മകളുടെ കൂടെയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ അവന്തിക സുഗതൻ മേനോട് ചോദിക്കുന്നുണ്ട്. വിവരങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സുഗതൻ മേനോൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ എന്നെ ചെയ്താലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അനിരുദ്ധനെ കൊന്നു തള്ളിയതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ സുഗതൻ മേനോൻ പറയുന്നു. ഇതെല്ലാം കേട്ട് വളരെയധികം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് അവന്തിക. എന്നിട്ട് ആ ദേഷ്യത്തോടെ തന്നെ സുഗതൻ മേനോൻ്റെ കഴുത്തിലേക്ക് ഒരു ചവിട്ടും കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, കൂടെ നിന്ന് ചതിച്ചതിനാണ് ഞാൻ അയാളെ കൊന്നത്. ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നും അവന്തിക പറയുന്നു. എന്നിട്ട് സന്ദീപിനോട് അവന്തിക പറയുന്നുണ്ട്, കേസ് പിൻവലിക്കാമെന്ന് ഇയാൾ സമ്മതിച്ചില്ലെങ്കിൽ ഇനി ഇയാൾ ഈ ഭൂമുഖത്ത് ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, ഏട്ടത്തെ പൊയ്ക്കോളൂ, ഇയാളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാമെന്നും പറയുന്നുണ്ട്. തൻ്റെ മുന്നിൽ 2 വഴികളാണ്. ഒന്നുകിൽ ജീവനും കൊണ്ട് പോകണം, ഇല്ലെങ്കിൽ എൻ്റെ അമ്മാവനെ പോലെ എൻ്റെ കൈകൊണ്ട് ചത്തു തുലഞ്ഞു പോകണം. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ അവന്തിക ഇപ്പോൾ സുഗതൻ മേനോനോട് പറയുന്നു. ശേഷം ഇപ്പോൾ അർച്ചനയും ആരതിയും കൂടി സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്ന സമയം ഇപ്പോൾ സിസ്റ്റർ വന്നവരോട് പറയുന്നുണ്ട്, കുട്ടിക്ക് ബോധം വന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് 1 മിനിറ്റ് അകത്ത് കയറി മോളോട് സംസാരിക്കാം, കൂടുതലായി വേഗം സംസാരിക്കാൻ സാധിക്കില്ലെന്നും ആ സിസ്റ്റർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ തന്നെ അർച്ചനയും ഗോകുലും ഒക്കെ അകത്തേക്ക് പോകാൻ തുടങ്ങിയ പിന്നിൽ നിന്നും സച്ചി വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ മോളെ എനിക്ക് കാണണമെന്ന് പറയുന്നു. അങ്ങനെ സച്ചി ഇപ്പോൾ പോകാൻ തുടങ്ങുമ്പോൾ സച്ചി എന്തേ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ സച്ചിയെ പിടിച്ച് മാറ്റുകയാണ് ആരതി. അർച്ചന ഇപ്പോൾ ഗോകുലിനോട് പറയുന്നുണ്ട്, ഗോകുൽ പോയി മോളെ കണ്ടോളാൻ എന്ന്. അങ്ങനെ ഇപ്പോൾ അർച്ചന ഗോകുലിനെ അകത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഗോകുൽ ഇപ്പോൾ അകത്ത് കയറി ഗൗരിയെ കാണുന്നു. മോളെ എന്ന് വിളിക്കുമ്പോൾ അമ്മ അമ്മ എന്നാണ് കണ്ണടച്ചുകൊണ്ട് തന്നെ ഗൗരി പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഗൗരി മോളുടെ കയ്യിലൊന്ന് ചുംബിക്കുകയാണ് ഗോകുൽ. ഈ സമയം സച്ചിയെ അല്പം അങ്ങോട്ട് മാറ്റി നിർത്തി ആരതി പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് സച്ചിയോട് രാജീവ് സാർ പോകാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് സച്ചി ചോദിക്കുന്നു. സച്ചിക്ക് എന്താ ഇത്ര ഉറപ്പ് ഗൗരി തന്നെ മോളാണെന്ന്? അർച്ചന വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടല്ലേ അന്ന് ഗൂഗിൾ സാർ പറഞ്ഞത് ശരിയാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ആരതി ചോദിക്കുമ്പോൾ ഇല്ല, അതൊരിക്കലും ശരിയല്ല എന്ന് സച്ചി പറയുന്നു. അത് ശരിയാണോ അല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഗോകുലും സമൃദ്ധിയുമാണ് ഗൗരി മോളുടെ അച്ഛനും അമ്മയും. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പോൾ മോളുടെ അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെ അച്ഛനാണെന്നും പറഞ്ഞ് സച്ചി എങ്ങനെ ഇപ്പോൾ ഗൗരിമോളുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അർച്ചന എൻ്റെ ഭാര്യയാണ്, കോടതിയിൽ കേസ് നടക്കുകയാണ്, അതുവരെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഒരു അവകാശവുമില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നു. ഇല്ല എന്ന് ആരതി പറയുന്നുണ്ട്. ഉടനെ സച്ചി പറഞ്ഞു, ശരി കോടതിയിൽ കേസ് നടക്കട്ടെ, അതുവരെ ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് സച്ചിയും പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ അവന്തികയുടെ മുന്നിൽ രാജീവ് എത്തുകയാണ്. അവന്തികയാണെങ്കിൽ ഫോണും നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാജീവ് വീണ്ടും അവന്തികയോട് സംസാരിക്കുന്നുണ്ട്. സാറെന്താ വീണ്ടും അടുത്ത പ്രശ്നവുമായി വന്നിരിക്കുകയാണോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വന്ന് അന്വേഷിക്കാതിരിക്കുന്നത് എന്ന് രാജീവ് പറയുമ്പോൾ ഇതേതാ പുതിയ കേസെന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. ഇതൊരു മിസ്സിംഗ് കേസ് ആണെന്ന് രാജീവ് പറയുന്നു. അതിന് ഞാനെന്ത് പിഴച്ചു എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇത് കേട്ട് മൂർത്തി എന്തോ പറയുന്നുണ്ട്. അതിന് മൂർത്തിയുടെ കാരണത്തിനൊന്ന് പൊട്ടിക്കുകയാണ് രാജീവ്. ആരുടെയെങ്കിലും മൂടും താങ്ങി നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വരരുത് എന്നോട് പറയാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ്
മൂർത്തിക്കിട്ട് ഒന്നുകൂടി കൊടുക്കുന്നുണ്ട് രാജീവ്. സാറിൻ്റെ ഷോയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെയുള്ളവനെ എൻ്റെ മുന്നിൽ വെച്ച് തള്ളുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്തിനാ എൻ്റെ ജോലിക്കാരനെ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവന്തിക. എന്തിനാടാ നീ അയാളെ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയത്? നീയും ആ സന്ദീപും കൂടിയാണ് അയാളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയതെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് രാജീവ് പറയുന്നു. എല്ലാവരെയും നിങ്ങളുടെ പരിധിക്ക് നിർത്താമെന്ന് വിചാരിക്കേണ്ട. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ, എന്ത് ഭവിഷ്യത്ത്? ചുമ്മാതിരിക്കണം, പോലീസിൻ്റെ കാക്കിയിട്ടെന്ന് കരുതി ഭീഷണിയുമായി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് അവന്തിക പറയുന്നു. എങ്ങനെയാണെങ്കിലും ഞാൻ അയാളെ കണ്ടെത്തിയിരിക്കും. ഈ വീടിൻ്റെ അസ്ഥിവാരം തോണ്ടിയിട്ടാണെങ്കിലും ശരി, തൂക്കുകയറിൻ്റെ അറ്റത്ത് വരെ നിങ്ങളെ ഞാൻ കൊണ്ടെത്തിയിരിക്കും എന്ന് രാജീവ് ഇപ്പോൾ അവന്തികയെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം കേട്ട് വളരെയധികം ദേഷ്യത്തോടെ തന്നെ രാജീവിനെ നോക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.